നവകേരള സദസ്സിന്റെ ചൂടാറ് മുൻപ് മന്ത്രിസഭയിൽ അഴിച്ചുപണി. LDF-ലെ മുൻ ധാരണ പ്രകാരം മന്ത്രിസഭയിൽ 2.5 വർഷം പൂർത്തിയാക്കിയ ആന്റണി രാജുവും അഹമ്മദ് ദേവർകോവിലും രാജിവെച്ചു. പുതിയ മന്ത്രിമാരായ KB ഗണേഷ് കുമാറിനെയും രാമചന്ദ്രൻ കടന്നപ്പള്ളിയെയും മന്ത്രിസഭയിൽ ഉൾപ്പെടുത്താൻ LDF തീരുമാനിച്ചു. 29-നാണ് സത്യപ്രതിജ്ഞ. പ്രശാന്ത് കൃഷ്ണ വിവരങ്ങൾ നൽകും. പ്രശാന്ത്, അങ്ങനെ നവകേരളത്തിന്റെ നീണ്ട യാത്രയ്ക്ക് ശേഷം ആ മന്ത്രിമാർ ആ ചുമതലകൾ ഒഴിവാവുകയാണ്. പുതിയ സ്ഥാനത്തേക്ക് പുതിയവർ എത്തുന്നു. പരിചിതരാണ് രണ്ടുപേരും വകുപ്പുകളിലും. എന്തൊക്കെയാണ് വെല്ലുവിളികൾ, പ്രതിസന്ധികൾ? ദിവേഷ്, നവകേരള സദസ്സിന് മുൻപുള്ള LDF യോഗത്തിൽ തന്നെ ഈ രണ്ട് കക്ഷികൾ, അതായത് കേരള കോൺഗ്രസ് ബിയും കോൺഗ്രസ് എസും അവർക്ക് മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തണമെന്ന ആവശ്യം ഉന്നയിച്ചിരുന്നു. നവകേരള സദസ്സിന് ശേഷം ആ ആവശ്യം പരിഗണിക്കാമെന്ന് തീരുമാനിച്ചു. അതുകൊണ്ട് തന്നെ നവകേരള സദസ്സ് തീർന്നതിൻ്റെ അടുത്ത ദിവസം തന്നെ ഇന്ന് രാവിലെ ഇന്ന് ആന്റണി രാജുവും, അതായത് ജനാധിപത്യ കേരള കോൺഗ്രസിൻ്റെ പ്രതിനിധി ആന്റണി രാജുവും അഹമ്മദ് ദേവർകോൽ, INL-ന്റെ പ്രതിനിധി അഹമ്മദ് ദേവർകോലും രാജിവെച്ചു. രാവിലെ 9:30-ക്ക് തന്നെ ക്ലിഫ് ഹൗസിലെത്തി മുഖ്യമന്ത്രിയെ കണ്ട് രാജിക്കത്ത് കൈമാറി. ഇതിനുശേഷമാണ് LDF യോഗം ചേർന്നത്. LDF യോഗത്തിൽ പുതിയ 2 മന്ത്രിമാരെയും തീരുമാനിച്ചുകൊണ്ടുള്ള തീരുമാനം കൈക്കൊണ്ടു. 29-നാണ് സത്യപ്രതിജ്ഞാ ചടങ്ങ് നടക്കുക. ഏതായാലും 2 മന്ത്രിമാർക്കും, അതായത് KB ഗണേഷ് കുമാറിനും രാമചന്ദ്രൻ കടന്നപ്പള്ളിക്കും വലിയ വെല്ലുവിളികൾ തന്നെയാണ്. കാരണം ഗണേഷ് കുമാറിനെ സംബന്ധിച്ചിടത്തോളം KSRTC-യിലെ ശമ്പള പ്രതിസന്ധി, പെൻഷൻ പ്രതിസന്ധി, ഇതിനെല്ലാം സ്വന്തമായി പണം കണ്ടെത്തണം. അതിനുള്ള മാർഗങ്ങൾ, തൻ്റെ പ്ലാനുകൾ തൻ്റെ മനസ്സിലുണ്ടെന്ന് അദ്ദേഹം ഈ തീരുമാനത്തിന്, LDF തീരുമാനത്തിന് ശേഷം വ്യക്തമാക്കി. രാമചന്ദ്രൻ കടന്നപ്പള്ളിയുടെ കാര്യമാണെങ്കിൽ വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യത്തിലെത്തിക്കണം. ഈ 2.5 വർഷക്കാലം കൊണ്ട് വിഴിഞ്ഞം തുറമുഖം ഒരു ഫുൾ ഫ്ലഡ്ജ് ആയിട്ടുള്ള ഒരു തുറമുഖമാക്കി മാറ്റണം തുടങ്ങിയ ഒട്ടേറെ കടമ്പകളുണ്ട്. അപ്പോൾ ഈ വെല്ലുവിളികൾക്ക് നടുവിലേക്കാണ് ഇരുവരും മന്ത്രിസഭയിലേക്ക് എത്തുന്നത്. ശരി, പ്രശാന്ത് കൃഷ്ണയാണ് വിവരങ്ങൾ നൽകിയത്. ഇരുവരെയും മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തുന്ന അടക്കമുള്ള തീരുമാനങ്ങൾ EP ജയരാജനാണ് വിശദീകരിച്ചത്. വകുപ്പിന്റെ